നമസ്കാരം. നല്ലൊരു സായാഹ്നം നേരുന്നു. നമുക്ക് അദ്വൈതാമൃതത്തിന്റെ 52ാം ദിവസമാണ്. എല്ലാവരെയും ഈ പഠന പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വാമികൾ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ദൈവദശകം ഗുരുസ്തുതിയും ചൊല്ലുന്നതിന് വേണ്ടി സരോജിനിയൊക്കെയും, തുടർന്ന് ആത്മോപദേശ ശതകങ്ങൾ ചൊല്ലുന്നതിന് ഓമനസിക്കൊക്കെയും ക്ഷണിക്കുന്നു. ഓക്കെ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾ തമ്പുരാൻ. ആഴിയും നിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക. ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. വാഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. നാരായണ പരമഗുരവേ നമഃ. സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീൽ അവനിയിലാരുമനാദിലീലയത്രേ. അവിരളമാകുമിതാകവേ അറിഞ്ഞാൽ അവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ക്രിയയൊരു കൂറിത വിദ്യ കേവലം ചിന്മയി മറുകൂറിതു വിദ്യ മായയാലേ. നിയതമിതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞദ്വയപരഭാവന തുര്യമേകിടുന്നു. ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികളെ എത്രയും ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചിരുന്നു. സ്വാമികളെ സ്വാഗതം. നമസ്തേ. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. യദ്ദർശനം നിഖില ദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംശഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമ്മളുടെ അദ്വൈതാമൃതം
73-ാമത്തെ ശ്ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും പരമാവധി ശ്രദ്ധയോടെ ക്ലാസ് പഠിക്കുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അതിനെ മനനം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഗുരു നമ്മളെല്ലാം ഈ സംസാര ദുഃഖത്തിന് ഹേതുവായിട്ടുള്ള അജ്ഞാനത്തെ എങ്ങനെ മാറ്റി നമ്മുടെ മനസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ പാകപ്പെടുത്തിയെടുക്കുക, അതൊരു വലിയ ഒരു തപസ്സാണ്. ഇപ്പൊ നമ്മൾ വനത്തിലേക്ക് പോയി, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി നമ്മൾക്ക് അങ്ങനെ ഒരു തലത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാം എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കുമില്ല. കാരണം അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പൂർവജന്മ സുഹൃതം കൊണ്ട്, അല്ലെങ്കിൽ പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള തപസ്സിന്റെ ഫലം കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവര് റിയലൈസ് ആകും, തിരിച്ചറിയുന്നത്. മറ്റുള്ളവരെല്ലാം വീണ്ടും എത്രയോ ഇത് കേട്ട് ശ്രദ്ധയും തിദിക്ഷയും ഇഹാമുത്ര ഫലഭോഗ വിരാഗവുമൊക്കെ ആർജിച്ച് ആ ഒരു ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുന്നുള്ളൂ. അതൊരു വലിയൊരു പ്രോസസ്സാണ്. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഉദാഹരണം, ഒരു പുഷ്പം വിരിയുന്ന ഒരു പ്രക്രിയ, നമുക്ക് ഏറ്റവും സുഗന്ധവാഹിനിയായിട്ടുള്ള, സുഗന്ധം തരുന്നതും ഏറ്റവും കൂടുതൽ മനസ്സിനെ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പുഷ്പമാണ് റോസാ പുഷ്പം. അത് വിരിഞ്ഞു കഴിയുമ്പോൾ എത്രമാത്രം മനോഹരമാണ് അതിൻ്റെ ഓരോ ഇതളുകളും, അതിൽ നിന്ന് പ്രവഹിക്കുന്ന സുഗന്ധവുമൊക്കെ. പക്ഷെ ആ പുഷ്പം വിരിയുന്നത് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ണ് തുറന്ന് അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ അത് വളരെ സാവധാനത്തിലാണ് അത് വിരിയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്, മനുഷ്യന്റെ, ജിജ്ഞാസുവിന്റെ, സത്യാന്വേഷിയുടെ, സാധന ചതുഷ്ടയ സമ്പത്തി നേടിയവന്റെ ഒക്കെ ഹൃദയത്തിലെ ആ ഒരു ഹൃദയഗ്രന്ഥി ഒക്കെ ഭേദിക്കുന്നത്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ ഹൃദയ ഗ്രന്ഥി ഭേദിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത് ഈ സംശയത്തിന്റെ ഗ്രന്ഥിയാണ്. അതിനെ നമ്മൾ തുറക്കണം, അതിനെ പൊട്ടിക്കണം, അതിനെ ഭേദിക്കണം. അപ്പൊ അതൊരു വലിയൊരു സാധന, വലിയൊരു തപസ്സാണ്. അപ്പൊ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോഴും, ബ്രഹ്മചര്യാശ്രമത്തിൽ ഇരിക്കുമ്പോഴും, വാനപ്രസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോഴും, സന്യാസാശ്രമത്തിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാ ആശ്രമങ്ങളിലും ഇങ്ങനെ ഈ ജീവൻ ഇങ്ങനെ കടന്നു പോകുമ്പോഴും നമ്മൾക്ക് അതേക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ല എങ്കിൽ, സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു അവബോധമില്ല എങ്കിൽ
ഇത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതം അത്രമാത്രം ഈ മായയിൽപ്പെട്ട് അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത്രയും മായയിലാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുന്നു ഗുരുവാണികളെ, ഗുരുദർശനത്തെ ഒക്കെ കേൾക്കുവാനും അതിൻ്റെ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള ശിഷ്ടമുള്ള ജീവിതം സുഖകരമാക്കുവാനും വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഇതിൽ വളരെ അപൂർവം ചില ആളുകൾ കുറച്ച് പൂർവ ജന്മത്തിലെ ആ ഒരു സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ പ്രയത്നം കൊണ്ട് നേടിയിട്ടുള്ള ആ പുണ്യത്തിൽ അവർ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തുകയും അവരുടെ ഉപദേശത്തിൽ, അവരുടെ മാർഗനിർദ്ദേശത്തിൽ ഒക്കെ ഈ ജന്മത്ത് തന്നെ അവർക്ക് ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തിപ്പെടാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ ഓരോരുത്തർക്കും അത് എത്രമാത്രം നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരവർ തിരിച്ചറിയേണ്ടുന്ന കാര്യം. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാനും പറ്റണം. ഈ ശരീരം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ളതാണ് മറ്റു കാര്യങ്ങളെന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുകയും ചെയ്യണം. അപ്പോ ഗുരു ഇതിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ എങ്ങനെയാണ് നമ്മളോട് സംവദിക്കുന്നത്? ഗുരു പറയുകയാണ്, ഒരു പൊരുളിങ്കൽ അനേകം ഉണ്ട്, അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാം എല്ലാവരും അറിവീല അതിഗോപനീയമാകും. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റാത്ത അതിഗോപനീയമായിട്ടുള്ള ഒരു അറിവ് ഈ പൊരുളിലൊക്കെ എങ്ങനെയാണ് അത് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്? ഒരു പൊരുൾ എന്ന് പറഞ്ഞാൽ സത്യമാണ്, മാറാതെ 3 കാലങ്ങളിലും മാറാതെ നിൽക്കുന്ന ആ ചൈതന്യത്തെ, ആ പ്രകാശത്തെ നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നു, സത്യം എന്ന് പറയുന്നു, പരമ്പൊരുൾ എന്ന് പറയുന്നു, എന്തൊക്കെ നമ്മൾ പറയുകയാണ്. ആ പൊരുളിൽ അനേകമുണ്ട്. ഇവിടെ പല രൂപത്തിൽ, പല ഭാവത്തിൽ ഇവിടെ കാണുന്ന അനേകം ഇവിടെ ഉണ്ട്. ആ ഒരു പൊരുളിലാണ് ഈ അനേകത്തെ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ അനേകം, ഈ അനേകമായിട്ട് കാണുമ്പോഴും അതിൽ എന്താണ്? പൊരുളിൽ ഒരർത്ഥവും അത് ആ പൊരുൾ തന്നെയാണ് എന്നുള്ള ഒരു സത്യവും എന്നുള്ള ഒരു അറിവും എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് എല്ലാ രീതിയിലും അടങ്ങിയിട്ടുണ്ട്. പിന്നെയോ എന്ന ബുദ്ധിയാലെ, ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബുദ്ധി എപ്പോഴും നിശ്ചയാത്മിക ബുദ്ധി എന്നാ പറയുന്നത്. അത് ഇന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന അല്ലെങ്കിൽ ആ പ്രക്രിയ നടത്തുന്ന ഇതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പൊ ചിലരുടെ ബുദ്ധി ഉറച്ചിട്ടില്ല എന്ന് പറയും. കാരണം അവർക്ക് ഒരു വേവറിങ് മൈൻഡാണ്. ഇതാണോ ശരി, അതാണോ ശരി, ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുണ്ടാവും. പക്ഷെ അത് ഇന്നതാണ് എന്ന് ഉറപ്പിക്കുന്നത് ഏതോ അതാണ് ബുദ്ധി. അപ്പൊ ഇവിടെ അനേകം പൊരുളിൽ ഒരർത്ഥം എന്ന ബുദ്ധിയാലെയും കൃത്യമായിട്ട് അനേകത്തിൽ ഉള്ളത് ഒന്നാണ് എന്നുള്ള ആ ബുദ്ധി, ആ ഉറപ്പ് അഭേദമായി ഉറച്ചു കഴിഞ്ഞാൽ അത് ഭേദമില്ലാത്ത രീതിയിൽ വന്നാലോ അറിവിലടങ്ങും. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം അറിവിൽ അടങ്ങും. ഈ
പരമ്പൊരുളിൽ എല്ലാം അടങ്ങും. ഇത് ഇപ്രകാരമുള്ള ഈ ഒരു അറിവ് എല്ലാവരും അറിവില്ല, എല്ലാവർക്കും അറിയാൻ പറ്റുന്നില്ല. അതിഗോപനീയമാകും. അത് അത്രമാത്രം രഹസ്യാത്മകമാണ്. ഗോപനീയം എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം രഹസ്യ സ്വഭാവമുള്ളതാണ്. അപ്പോ ഒരു പൊരുളിങ്കൽ അനേകമുണ്ടനേകം, പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലെ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാം എല്ലാവരും അറിവിയില അതിഗോപനീയമാകും. അപ്പൊ ഇങ്ങനെ അതിഗോപനീയമായ ഒരു അറിവ്, അത് എന്തുകൊണ്ടാണ് ഇത്ര ഒരു രഹസ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പഠിതാവ് ചോദിക്കുകയുണ്ടായിരുന്നു, ഈ അദ്വൈതം, ഈ ബ്രഹ്മവിദ്യ പഠിക്കുവാനുള്ള യോഗ്യതകളെ കുറിച്ച്. ഇപ്പൊ നമ്മൾ അന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. 4 യോഗ്യതകളെ കുറിച്ച് മഹർഷിമാര് പറയുന്നുണ്ട്. നിത്യ അനിത്യ വസ്തു വിവേകം. അപ്പോ നിത്യമേത്, നമ്മളത് ഈ ഈ ക്ലാസ് തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അത് നമ്മൾക്ക് ഉറപ്പായിട്ട് നമ്മളത് ശരിക്കും ഉറച്ചിരുന്നാൽ, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയിലിരുന്നാൽ മാത്രമേ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് ആ രീതിയിൽ മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം. അപ്പൊ നിത്യമേത് അനിത്യമേത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം, അറിവുണ്ടാവണം. അതുപോലെ ഈ ഇഹാമുത്ര, ഇവിടെയും അവിടെയുമുള്ള കർമ്മങ്ങളിൽ അതിനകത്ത് യാതൊരു ഫലവും ഇച്ഛിക്കാതിരിക്കുക. അതേപോലെ ശ്രദ്ധ, തിദിക്ഷ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു യോഗ്യതയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ അതിഗോപനീയമായിട്ടുള്ള ഈ പരമ്പൊരുളിനെ കുറിച്ചുള്ള ബ്രഹ്മവിദ്യ, നമ്മളുടെ ഉപനിഷത്തിൽ നമ്മൾ എവിടെ നോക്കുമ്പോഴും, ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കുമ്പോഴും ഒക്കെ ഈ വിദ്യ വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. ഗുരുശിഷ്യ ബന്ധത്തിലൂടെ പരമ്പരയാ പകർന്ന് നൽകേണ്ടത് ആണ് എന്നൊക്കെ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ മഹർഷിമാര് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. ഈ ആർക്കാണ് ഈ വിദ്യ ഉപദേശിക്കേണ്ടത്, അതേപോലെ ഈ വിദ്യ നേടാൻ വേണ്ടി നമ്മൾ ഗുരുവിനെ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അതെല്ലാം യാതൊരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ ഗുരു പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പോ നീ പോയിട്ട് എന്ത് ചെയ്യണം? തത്വദർശികളായിട്ടുള്ള, ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തി പ്രണതി സേവാദി, നീ ശരിയായ രീതിയിൽ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന, പ്രണിപാതനം ചെയ്യുക, അവരെ പോയി നമസ്കരിക്കുക. വളരെ എളിമയോടുകൂടി അവരെ ശരിയായി നമ്മൾക്ക് ഒരു ആചാര്യനെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്. അപ്പോ അങ്ങനെ നമസ്കാരാദികൾ കൊണ്ട് സേവ ചെയ്ത് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തി എന്നിട്ട് വേണം നീ ചോദ്യങ്ങൾ ചോദിക്കാൻ. ഗുരുവും അത് തന്നെയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ ത്വം ഹി ബ്രഹ്മ നജേന്ദ്രിയാണി ന മനോബുദ്ധിരഹം. അപ്പോ ഇവിടെയൊക്കെ ഗുരുവും ഈ ഗുരു പരമ്പരയിൽ, അതായത് ഈ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും ഒരേ അഭിപ്രായമാണ്.
ഭഗവത്ഗീതയിലും അതിന്റെ സമാപനം ആ ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും പറയുന്നുണ്ട്, ഭഗവത്ഗീത സുപനിഷത്സു ആ ബ്രഹ്മവിദ്യായാം. അപ്പോ ഇവിടെയൊക്കെ ഓരോ ആചാര്യന്മാരും കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ ഈ അതിഗോപനീയമാവും, ഇവിടെ ഈ അറിവ് അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ ഇതിനകത്ത് എല്ലാത്തിനകത്തും നിറഞ്ഞു നിൽക്കുന്ന പലതായിട്ട് കാണുമ്പോഴും അവിടെയൊക്കെ ഇതിന് അന്തർധാരയായിട്ട് എപ്രകാരമാണോ ഒരു മുത്തുമാലയിൽ അതിനകത്ത് ആ ഒരു നൂല് എല്ലാത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ട് അതിനെ കോർത്ത് നിർത്തിയിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഏറ്റവും രഹസ്യാത്മകമായിട്ടുള്ള എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ആ ചൈതന്യത്തിന്റെ സാന്നിധ്യം. അപ്പൊ തന്റെ സ്വരൂപം അതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയുടെ ആ തെളിച്ചം അത് ഈ ഭൗതിക ലോകത്ത് നൈമിഷികമായിട്ടുള്ള സുഖങ്ങളുടെ പുറകെ നടക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്. അപ്പോ എന്നാൽ നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഈ സാധാരണ സുഖദുഃഖങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ അറിവ് ശരിക്കും ഈ നിത്യാനിത്യ വസ്തു വിവേകവും ഇഹാമുത്ര ഫലഭോഗ വിരാഗവും ഒക്കെ തിദീക്ഷയും ശ്രദ്ധയും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് നമ്മൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. അല്ലെങ്കിലോ നമ്മളുടെ മനസ്സ് 90% ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എങ്ങനെയെങ്കിലും കൈവരിക്കണം എന്ന് അതിശക്തമായിട്ടുള്ള ആഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഏറ്റവും ഗോപനീയമായിട്ടുള്ള ഈ വിദ്യ, ഈ ചൈതന്യം നമ്മൾക്ക് സ്വായത്തമാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ ഇത് സ്വായത്തമാക്കിയതിനു ശേഷമാണ് നമ്മൾ ഈ സാധാരണ ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്നതെങ്കിലോ അയാൾക്ക് പിന്നെ ടെൻഷന്റെ ആവശ്യമില്ല. ഉദാഹരണം നമ്മളുടെ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ ആ ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുമ്പോഴും ഇത്രമാത്രം അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴും ഒക്കെ കൃഷ്ണൻ ആ ഒരു ബാലൻസിലാണ് കാര്യങ്ങളെ എടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്കത് കഥാരൂപത്തിൽ നമ്മൾ കാണുമ്പോഴും അത് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ നോക്കുമ്പോഴൊക്കെ എവിടെയാണോ ബാലൻസ് തെറ്റാതെ സമത്വം യോഗ ഉച്യതേ സമദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ, ഗീതയിൽ അത് വരും. അപ്പൊ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങ് ഒരുവൻ താൻ. അപ്പോ ഈ വേദങ്ങളും ആഗമങ്ങളും അതിന്റെ സാരം, വേദാഗമ സാരങ്ങൾ അറിഞ്ഞ് അങ്ങ് ഒരുവൻ താൻ മോദസ്ഥിതനായങ്ങ് വസിപ്പൂ. അപ്പോ ഈ ഇത്രമാത്രം അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും മോദസ്ഥിതനായിട്ട് ഗുരു വസിച്ചു എന്ന് ആശാൻ പാടുന്നുണ്ട്. അപ്പോ അന്നത്തെ ജാതി വ്യവസ്ഥിതിയിൽ വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ അതിനെ ഒരു ബാലൻസോടുകൂടി ഇളക്കമില്ലാതെ, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വരുമ്പോൾ നമ്മൾ ചൂടാവും. പക്ഷെ ഗുരുവിന്റെ ജീവിതത്തിൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ നമുക്ക് ഒരു സ്ഥലത്തും അങ്ങനെ കാണാൻ പറ്റില്ല. ഗുരു ദേഷ്യപ്പെട്ട് ഒരാള് വെറുത്ത് അങ്ങനെയൊന്നും പോകുന്നത് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. അപ്പോ അങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ളവർ, അതായത് ആത്മസാക്ഷാത്കാരം നേടിയവർ, സ്ഥിതപ്രജ്ഞന്മാർ എപ്പോഴും ഈ സുഖദുഃഖങ്ങളിൽ സമീകൃത്വ അവിടെയൊക്കെ ആ ഒരു ബാലൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബാലൻസ് അല്ല. അപ്പോ അത് സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത്, അങ്ങനെയുള്ള മഹാത്മാക്കളെ സമീപിച്ചിട്ടാണ് എന്ത് പറയുന്നത്, ഇങ്ങനെ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പോ ഈ
രീതിയിൽ നമ്മൾക്ക് ഇവിടെ അനേക രൂപത്തിൽ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അനേക രൂപങ്ങളിൽ ഒന്നിനെ കാണണമെങ്കിലും ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ആ തത്വത്തെ സ്വജീവിതത്തിൽ സാക്ഷാത്കരിച്ച ആ മഹാത്മാവിൻ്റെ അടുത്ത് നമ്മൾ പോയി അതിൻ്റെ ആ ഒരു ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ സ്വായത്തമാക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അത്രമാത്രം ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പൊരുളിൽ അനേകം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സത്തയിൽ, ഈ പരമ്പൊരുളിൽ അല്ലെങ്കിൽ ഈ ദൈവത്തിൽ ആണ് എന്ത് വരുന്നത്? അനേകമുള്ള, നമ്മൾ ഈ ലോകത്ത് കാണുന്ന, നമുക്ക് കുറച്ചുകൂടി എളുപ്പം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം. ആ സ്വർണം എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊരുളായിട്ട് നമ്മൾ കാണും. പൊരുൾ എന്ന് വെച്ചാൽ സത്തയായിട്ട്, പരമ്പൊരുളായിട്ട്. ആ പൊരുളിൽ എന്തുണ്ട്? അനേകം. അനേകം എന്ന് പറയുന്നത് വിവിധ രൂപത്തിലും നാമത്തിലുമുള്ള ആഭരണങ്ങൾ കാണാം, സ്വർണ്ണാഭരണങ്ങൾ. പക്ഷെ ഇത് സ്വർണം കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അനേകം പൊരുളിൽ ഒരർത്ഥം എന്ന് പറയുമ്പോൾ ഈ ആയിരക്കണക്കിനായിട്ടുള്ള നാമരൂപങ്ങളായിട്ടുള്ള ഈ ആഭരണങ്ങൾ അതിൻ്റെ സത്തയായിരിക്കുന്ന എന്താണ്? ഈ സ്വർണമാണ്. അപ്പോൾ ഒരു സ്വർണം തന്നെ പല വിധത്തിലും അതിൻ്റെ ഷേപ്പ് മാറിയാലും അതിനൊരു പുതിയ പേരിട്ടാലും സത്യത്തിൽ നാനാത്വത്തിൽ ഏകത്വം അല്ലേ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സ്വർണത്തെ കുറിച്ച് ഉപനിഷത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉദാഹരണങ്ങൾ എടുത്ത് പറയും. മണ്ണിനെ കുറിച്ച് പറയും. മണ്ണിൽ നിന്നാണ് നാമരൂപങ്ങളായിട്ടുള്ള കുടവും കലവും മറ്റുള്ള സാധനങ്ങളുണ്ടാകും. ഇപ്പൊ സ്വർണം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴാണ് ഈ സ്വർണത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള വിലയാണ്. അതിങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ വീണ്ടും വീണ്ടും മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പൊരുളിങ്കൽ അനേകമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഒരു സ്വർണം, ആ സ്വർണം കൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള നാമരൂപങ്ങളിലുള്ള ആഭരണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാക്കിയ പല രൂപത്തിലും നാമത്തിലുമുള്ള അതിന്റെ സത്ത എന്ന് പറയുന്നത് എന്താണ്? ഈ അനേകം പൊരുളിൽ ഒരർത്ഥമാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ അത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ അത് എന്ത് ചെയ്യണം? ശരിക്കുമുള്ള ബുദ്ധി ഉപയോഗിച്ച് അറിവിൽ അടങ്ങും അഭേദം. ഈ അറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാ ഭേദങ്ങളും, ജാതിഭേദമായാലും മതദ്വേഷമായാലും എന്തെല്ലാം ഭേദങ്ങളാണോ ഇവിടെ ഉള്ളത്, മനുഷ്യർ തമ്മിലായാലും മൃഗങ്ങൾ തമ്മിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും, ഇങ്ങനെയുള്ള ഭേദബുദ്ധിയൊക്കെ മാറണമെങ്കിലോ ഇതാണ് അതിൻ്റെ സത്ത എന്ന് മനസ്സിലാക്കി വരുമ്പോൾ ഈ അറിവിൽ അടങ്ങും എല്ലാം അല്ലേ? ഈ ഭേദങ്ങളൊക്കെ അവിടെ അടങ്ങും. പക്ഷെ ഇതെല്ലാവരും അറിവില്ല. ഇത് എല്ലാവർക്കും ഇതറിയാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ ലോകത്ത് മൊത്തം നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. ദൈവത്തിന്റെ പേരിൽ കൊല്ലുന്നു, രാജ്യത്തിന്റെ പേരിൽ കൊല്ലുന്നു, വർഗത്തിന്റെ പേരിൽ കൊല്ലുന്നു, വർണ്ണത്തിന്റെ പേരിൽ കൊല്ലുന്നു, രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലുന്നു. അങ്ങനെ ഏതെല്ലാം രീതികളിലാണ് ഈ മനുഷ്യൻ തന്നെ കൊന്നൊടുക്കുന്നത്. എന്തിനു വേണ്ടി? ഈ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ഈ അറിവ് ശരിയായ രീതിയിൽ നമ്മൾ അവരുടെ എല്ലാം ഇടയ്ക്ക് പ്രചരിപ്പിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഈ യുദ്ധങ്ങളൊക്കെ, നമ്മളിപ്പോ വളരെ മുൾമുനയിൽ നിൽക്കുകയാണ്.
നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങളിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യത്തുമുള്ള ഇപ്പോ ഗൾഫ് രാജ്യങ്ങളായാലും ശരി, മറ്റു രാജ്യങ്ങളിലൊക്കെ എത്രയോ ഇന്ത്യക്കാർ ഭയന്ന് വിറച്ച് റൂമുകളിൽ ഇരിക്കുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ ഈ അറിവിന്റെ അഭാവം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇത്രയും അറിവുണ്ടായിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്ന ഭേദചിന്തകൾ, ഇവിടെ ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയൊക്കെ പേരിൽ ഇപ്പോഴും നടക്കുന്ന അക്രമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കാഞ്ചീപുരം നിങ്ങൾ പലരും പോയിട്ടുണ്ടാവാം. അവിടെ 2 ചിന്ന കാഞ്ചീപുരവും പെരിയ കാഞ്ചീപുരവും എന്ന് പറഞ്ഞിട്ട് 2 തിരിച്ചിട്ടുണ്ട്. ഒരു സൈഡില് വിഷ്ണു കാഞ്ചി എന്ന് പറയുന്നത് വൈഷ്ണവരുടെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, വലിയ ക്ഷേത്രമാണ്. ഇപ്പുറത്തെ സൈഡില് ശിവന്റെ ക്ഷേത്രമുണ്ട്. അപ്പോ ഈ ശിവഭക്തന്മാർ ആ വഴിക്കെങ്ങാനും പോകേണ്ടി വന്നാൽ ആ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിന്റെ അടുത്ത് ആ വഴി കൂടെ പോകുമ്പോൾ അവർ മുഖം തിരിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരിവിടെ വരുമ്പോഴും അങ്ങനെയാണ്. അപ്പോ ശിവനും വിഷ്ണുവും ഒക്കെ ഒരേ സത്യത്തിന്റെ, നമ്മൾ ഒരു പൊരുളിൽ അനേകം ആയിട്ടുള്ള ദേവതകളെ സങ്കല്പിച്ചിരിക്കുന്നതും അതൊക്കെ ഈ മഹർഷിമാർ തന്നെ ചെയ്തതാണ്. പക്ഷേ ഈ ഭേദബുദ്ധി മായ കൊണ്ട് സംഭവിച്ചത് മാറാത്തത് കൊണ്ടാണ് അതിന്റെ പേരിലും സംഘർഷം നടക്കുന്നത്. അപ്പൊ എവിടെ നമ്മൾ നോക്കുമ്പോഴും ഈ ബുദ്ധി, ഈ ശരിയായിട്ടുള്ള ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അത് നമ്മൾക്ക് ഒരുപക്ഷെ ഗർഭാവസ്ഥ തുടങ്ങി നമ്മൾക്ക് കിട്ടേണ്ട ഒന്നാണ്. അപ്പൊ ഒരു അമ്മയ്ക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ മായ മാറ്റിയെടുക്കുവാൻ അറിവുള്ള ഒരു അമ്മയ്ക്കാണെങ്കിൽ സാധിക്കും. അല്ലെങ്കിലോ വീണ്ടും ഇതിങ്ങനെ ഭേദബുദ്ധി കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ബന്ധത്തിന്റെ പേരിലായാലും ശരി, ജാതിയുടെ പേരിലായാലും ശരി, വർണ്ണത്തിന്റെ പേരിലായാലും, ഭാഷയുടെ പേരിലായാലും, രാജ്യത്തിന്റെ പേരിലായാലും, ഇവിടെയൊക്കെ ഒരേ ഒരു കേന്ദ്ര ബിന്ദുവാണുള്ളത്. ഒരേ ഒരു സ്വർണം മാത്രമേ ഇവിടെയുള്ളൂ. ആ സ്വർണത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗോൾഡ് സ്മിത്ത് സ്വർണം ഉരുക്കി അതിനെ വിവിധ ഭാവങ്ങളിലേക്കും നാമങ്ങളിലേക്കും ആക്കുന്ന ആ ഗോൾഡ് സ്മിത്ത് ഉണ്ട്. അതേപോലെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പക്ഷെ സ്വർണം വാങ്ങിക്കുമ്പോൾ പോലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. ഫാഷൻ ഡിസൈൻ, അവര് ആ ഡിസൈന് കൊടുക്കുന്ന പൈസയുണ്ട് അവിടെയൊക്കെ. പക്ഷെ അതേ സാധനം നമ്മൾ തിരിച്ചു ആ കടയിൽ കൊടുത്താല് അവൻ ആ വിലയ്ക്ക് പിന്നെ വാങ്ങിക്കത്തില്ല. അവൻ സ്വർണത്തിന്റെ വില തരുള്ളൂ. നമ്മുടെ അടുത്ത് അങ്ങനെയല്ല. അവൻ ഇങ്ങനെ നമ്മളെ മോഹിപ്പിച്ചിട്ട് ആ ഡിസൈന് വേറെ പൈസ മേടിക്കും, സ്വർണത്തിന്റെ പൈസ മാത്രമല്ല. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്. അതേപോലെ അനേകം പൊരുളിൽ ഒരു അർത്ഥം. രണ്ടും ഇവിടെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സംസാര ദുഃഖത്തിൽ നിന്ന്, നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ദൈനംദിന ജീവിതം ടെൻഷൻ ഇല്ലാതെ സന്തോഷമായിട്ട് സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത്. നമ്മൾക്ക് ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ അറിവ് അനിവാര്യമാണ്. ഭൗതികമായിട്ടുള്ള പണവും മറ്റു കാര്യങ്ങൾക്കും ആ ഒരു വിദ്യ വേണം. അതേ സമയത്ത് മനസമാധാനം വേണമെങ്കിലോ, ശാന്തിയും സമാധാനവും സുഖവും വേണമെങ്കിൽ ഈ അറിവും വേണം. അതുകൊണ്ടാണ് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ പല ഉദാഹരണങ്ങളും പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം അറിവില്ല എങ്കിൽ
അസ്ഥി, തോൽ, സിര നാറുന്ന ഒരു ഉടമ്പ് മാത്രമായി മാറും. അപ്പൊ ഗുരു അനുകമ്പ ദശകത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ നന്നായിട്ട് നമുക്ക് മനനം ചെയ്യുവാനായിട്ട് സാധിക്കണം. ഒരു പൊരുളിങ്കൽ അനേകമുണ്ടനേകം പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലെ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാം എല്ലാവരും അറിവിയിൽ അതിഗോപനീയമാകും. അപ്പൊ അത് നന്നായിട്ട് നമുക്ക് മനനം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് ഇതിന്റെ ഏകദേശം ഒരു കുറച്ചും കൂടിയുള്ള ഒരു വിവരണം ആണ് അടുത്തതിൽ ഗുരു തരാൻ പോകുന്നത്. അപ്പോ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ഉറപ്പിക്കാം എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ഗുരു പറയുന്നത്? പൊടിയൊരു ഭൂവിൽ അസംഖ്യമൊപ്പൊടിക്കുൾ പെടുമൊരു ഭൂവിതിനില്ല ഭിന്നഭാവം ജഡമമരുന്നത് പോലെ ചിത്തിലും ചിത്തുടലിലും ഇങ്ങിതിനാലിതോർക്കിലേകം. അപ്പോ ഇവിടെ പൊടി അസംഖ്യം ഒരു ഭൂവിൽ. അപ്പോ പൊടി എന്ന് പറയുന്നത് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒന്നാണ്. ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ പൊടി അസംഖ്യം, നമുക്ക് ധാരാളം അസംഖ്യമാണ്. പൊടിക്ക് നമുക്ക് എണ്ണമൊന്നും പറയാൻ പറ്റത്തില്ല. ആ പൊടിക്ക് ഉൾപ്പെടും ഒരു ഭൂവിതിന്. ഈ പൊടികൾക്കെല്ലാമായി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിന്, ഈ ഭൂമി. അപ്പൊ ഇതിനെല്ലാം എല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു ഭൂമി. അപ്പൊ ഈ ഭൂമിയിൽ തന്നെയാണ് പൊടിയുള്ളത്. ഈ പൊടികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭൂമി. ഇല്ല ഭിന്നഭാവം. ഇതിന് രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാവവുമില്ല. ജഡം അമരുന്നത് പോലെ ചിത്തിലും. ചിത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ചൈതന്യമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൈതന്യം, പരമ്പൊരുൾ, പരബ്രഹ്മം, ദൈവം എന്നൊക്കെ പറയും. അപ്പൊ ജഡമായിട്ടുള്ള ഇനേർട്ട് ആയിട്ടുള്ള ഒന്ന് ഈ ചിത്തിൽ എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്, അതുപോലെ ചിത്ത് ഉടലിലും. അതേപോലെ തന്നെ ഈ ഉടല് അവിടെ ജഡമാണ്, ചിത്തായിട്ട് തന്നെയാണ്. അപ്പൊ എപ്രകാരമാണോ ഈ ജഡത്തിലും ചിത്തിലും ഇത് ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിനാൽ, അതുകൊണ്ട് ഇവിടെ ഓർക്കിൽ ഇത് ഏകം. അപ്പൊ ഇപ്രകാരം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാലോ, ഇത് ഒന്ന് തന്നെയാണ്, യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലെന്നാ പറയുന്നത്. അപ്പോ അത് വേറൊരു അറിവല്ല, അത് നമ്മൾ ചിന്തിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോ ഈ ഭൂമിയിൽ എത്രമാത്രം പൊടിപടലങ്ങളുണ്ട്, അത് ഭൂമിയെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ പൊടിപടലങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരേ സത്തയിൽ. ഇവിടെ ഭൂമി എടുത്ത് പറയാൻ കാരണം പൃഥ്വി, നമ്മൾ പഞ്ചഭൂതങ്ങൾ. മഹർഷിമാരെപ്പോഴും ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നിനെ എടുത്ത് സൂചിപ്പിച്ച് പറയുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ അതിനകത്ത് കാണും. അപ്പോ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ആറ്റം, നമ്മുടെ ഇപ്പൊ സയൻസിനെ നമ്മൾ എടുത്ത് നോക്കിയാല് ആറ്റം അല്ലെ, ഒരു പൊടി എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു പാർട്ടിക്കിൾ, മൈന്യൂട്ട് ആയിട്ടുള്ള. അപ്പോ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് അതിനെ മോഡേൺ സയൻസ് അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു എനർജിയുടെ സൂക്ഷ്മമായിട്ടുള്ള തലം. അപ്പോ പൊതുവെ നമ്മൾ ഈ കാണുന്നതെല്ലാം, ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ജഡമായിട്ടുള്ള, ഇനേർട്ട് ആയിട്ടുള്ള ഒന്നാണെന്നാണ് നമ്മൾ പറയുന്നത്. അറിവില്ലാത്ത നമ്മൾ പറയുന്നു ഇതൊക്കെ ജഡമാണ്. മഹർഷിമാരും പറയും ഇതെല്ലാം ജഡമാണ്. ഏത് തലത്തിലാണ് ജഡം എന്ന് പറയുന്നത്? അതിന് സ്വയമായിട്ട് പ്രവർത്തിക്കാനായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയാണ് ജഡം എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മളുടെ മോഡേൺ സയൻസിലെ സയന്റിസ്റ്റുകൾ പറയുന്നു അങ്ങനെ ഒന്നില്ല, ഇവിടെ ജഡമായിട്ട് ഒന്നില്ല. പക്ഷെ നമ്മൾ ജഡമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്?
നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ, കർമ്മേന്ദ്രിയങ്ങളുടെ ഒക്കെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുപോലെ കാതുകൊണ്ട് കേൾക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. അപ്പോ കണ്ണിന്റെ കാഴ്ച ശരിയായിട്ട് ഇല്ലെങ്കിലോ, കണ്ണ് തുറന്നിരിപ്പുണ്ടാവും. കാഴ്ച ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെ ഇല്ലെങ്കിൽ കാഴ്ച നടക്കത്തില്ല. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ മോഡേൺ സയൻസ് അവര് കുറെ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണമൊക്കെ നടത്താനായിട്ടൊക്കെ അത് വലിയൊരു ഇതായിട്ട് നടക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പൊതുവെ അവരും ഇതിനെ ഒരു ചെറിയൊരു ഇതിനെടുത്തിട്ട് ഈ ജഡമായിട്ടുള്ള ഒന്നിന്റെ ഏറ്റവും ചെറിയൊരു പാർട്ടിക്കിൾ എടുത്ത് അവർ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കി അവര് ആറ്റംസിനെ കണ്ടുപിടിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോഴും അറിയുമ്പോഴും ഇതിന് യാതൊരു മാറ്റവും വരാതെയാണ്, ഈ എനർജിക്ക് യാതൊരു മാറ്റവും വരാതെ തന്നെയാണ് ഇവിടെ ജഡമായിട്ടും അത് കാണുന്നത്. ഒരു പാറ, ആ പാറ ജഡമായിട്ടുള്ളൊരു വസ്തുവാണ്. പക്ഷേ നമ്മൾ അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് കടന്നു ചെല്ലും നോക്കുമ്പോഴോ അതിലും ഈ ചൈതന്യമുണ്ട്. അപ്പോ എല്ലാത്തിനകത്തും ഇതുണ്ട്. ഇപ്പൊ ഇല്ല എന്നുള്ളത്, ഈ ഭിന്നമായിട്ട് കാണുന്നതാണ് നമ്മുടെ അറിവില്ലായ്മ, അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭൂമിയുടെ ഒരു ഉദാഹരണം ഈ പൊടി പടലങ്ങളെ കുറിച്ച് പറയുമ്പോഴും എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? നമ്മുടെ മോഡേൺ സയൻസ് കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ കണ്ട് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഇതിലേക്ക് എത്താൻ സയൻസിന് പറ്റാത്ത എന്തുകൊണ്ടാണ്? ഒരു പരിധി കഴിയുമ്പോൾ അവിടെ ഈ മനസ്സ് ഇല്ലാതായി പോവുകയാണ്. പക്ഷെ അത് സയൻസിന് പിടികിട്ടുന്നില്ല. കാരണം അതുവരെ അവൻ എത്രയൊക്കെ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഇപ്പോ AI ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇതിന്റെ പുറകിൽ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ബുദ്ധിയും അതേപോലെ തന്നെ അവന്റെ മനസ്സും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യവും, കോൺഷ്യസ്നെസ്, പ്യുവർ ബീയിങ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു പ്യുവർ കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് ഞാൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതാണ് ശരിക്കുള്ള കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതെല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഞാൻ ഇല്ലെങ്കിൽ ഏത് AI പ്രവർത്തിപ്പിച്ചാലും ഇതാരാ തിരിച്ചറിയുന്നത്? ഇപ്പൊ നമുക്ക് മറ്റു പല സഹായങ്ങളും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താം, അല്ലെ? ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രമാത്രം വൾഗറായിട്ടുള്ള സംഭവങ്ങളാണ് ഈ AI ഒക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും ഒരു സോക്കോൾഡ് ഞാൻ വേണ്ടേ ഇത് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ? ആ ജീവൻ, ആ ചൈതന്യം, ഞാൻ എന്നുള്ള ആ ഒന്ന് അവിടെ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ട് എന്ന് യാതൊരു തെളിവുമില്ല. മനസ്സില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടെയൊന്നും മനസ്സില്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റില്ല. മനസ്സുണ്ടെങ്കിലും അതിന്റെ പുറകിലേക്ക് പോകുമ്പോൾ ഇത് ഇന്നതാണ് എന്ന് തിരിച്ചറിയുന്നത് ബുദ്ധിയാണ്. അപ്പോ ഈ ബുദ്ധിക്ക് പ്രകാശം കൊടുക്കുന്നതോ ഈ ചൈതന്യമാണ് താൻ. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ മഹർഷിമാരൊക്കെ ഒരു പൊടിയെ കുറിച്ചും ഭൂമിയെ കുറിച്ചും ജഡത്തെക്കുറിച്ചും ചൈതന്യത്തെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് അവരൊക്കെ ഏതോ ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഏതോ ഒരു സാങ്കല്പിക ലോകത്തിലാണ് അവർ വസിക്കുന്നത്, ഈ ലോകം മിഥ്യയാണ് എന്നൊക്കെ പറയുമ്പോൾ പഠിപ്പുണ്ടെന്ന് അഭിമാനിക്കുന്ന, ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളൊക്കെ പറയും അതൊക്കെ അവർക്ക് എന്തോ ഒരു കിറുക്കാണെന്ന് പറയും, എന്തോ ഒരു ചെറിയ ലൂസാണ്, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയും മിഥ്യയാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും പെട്ടെന്ന് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ സയൻസ് പറയുന്നു ഈ കാണുന്നതൊക്കെ ജഡമാണ്. ഇവിടെ അതിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് തലത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം എനർജിയാണെന്ന് അവർ പറയുന്നു.
അപ്പൊ എനർജി കൺസർവേഷൻ തിയറിയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. എനർജിയെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. മഹർഷിമാരതിന് പ്രാണൻ എന്ന് പറയുന്നു. ആ പ്രാണൻ സ്പന്ദിക്കുന്നത്, ആ പ്രാണനെ സ്പന്ദിപ്പിക്കുന്നതാണ് ശരിക്കുള്ള ചിത്ത് എന്ന് പറയുന്നത്, ചൈതന്യം എന്ന് പറയുന്നത്. ആ ചൈതന്യത്തിലാണ് ഇതെല്ലാം ഈ ജഡമെന്ന് തോന്നുന്നത്, ജഡമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജഡമെന്ന് തോന്നുന്നത് നിലനിൽക്കുന്നത് ചിത്തിലാണ്. ഈ പൊടികളെല്ലാം നിലനിൽക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിലെ തന്നെയാണ് ഈ പൊടി. പൃഥ്വി എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പോ അസംഖ്യം പൊടിയാണ്. അത് എണ്ണം ഇല്ലാത്ത അത്രയും. നമ്മുടെ ഗാലക്സികൾ അല്ലെ, നമ്മുടെ ഈ കൊച്ചു മനസ്സും ബുദ്ധിയൊക്കെ വെച്ചിട്ട് നമ്മുടെ മനുഷ്യൻ കുറേയൊക്കെ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവൻ പറയുന്നു മിൽക്കി വേ ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീരപഥത്തെക്കുറിച്ചും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ മഹർഷിമാർ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പറഞ്ഞു. പക്ഷെ അതൊക്കെ അന്ധമായിട്ടുള്ള വിശ്വാസമായിട്ട് ഒരു പരിധി വരെ ഈ ആളുകൾ പറഞ്ഞു പരത്തിയിരുന്നു. പക്ഷേ ഇപ്പോ മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ മഹർഷിമാർ എവിടെയാണോ പറഞ്ഞത് അവിടേക്ക് അവർ എത്തുകയാണ്. ജ്യോതിശാസ്ത്രം അല്ലെ, ജ്യോതിശാസ്ത്രം അതേക്കുറിച്ചൊക്കെ അവർക്ക് ബാഹ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാതെ അവരെങ്ങനെയാ കണ്ടുപിടിച്ചത്? അത് നമ്മുടെ യോഗയിലൊക്കെ സംയമം എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട് അല്ലെ, അത് ധ്യാനത്തിന്റെ ആഴങ്ങളിൽ പോകുമ്പോഴാണത്. അപ്പൊ മനസ്സിനെ ഉപയോഗിച്ചാണ്. മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ എന്നൊക്കെ ഒരു പ്രമാണം പറയുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സിന് അത്രമാത്രം കഴിവുണ്ട്. അവന്റെ ബുദ്ധി അവൻ നല്ലതിന് ഉപയോഗിച്ചാൽ മാത്രം മതി. ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് സർവനാശത്തിന് വേണ്ടിയിട്ടാണ്. അത് ഒരാൾ മാത്രമല്ല നശിക്കുന്നത്, എല്ലാവരെയും നശിപ്പിക്കുകയാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്നു, സഹജീവികളെ നശിപ്പിക്കുന്നു, അങ്ങനെ സർവത്ര നാശമാണ്. അപ്പൊ ഈ ബുദ്ധിയെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ മഹർഷിമാർ ഈ മിൽക്കി വേയെ കുറിച്ചൊക്കെ, ക്ഷീരപഥത്തെ കുറിച്ചും, ഇത്ര ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടെന്നും ഈ ഭൂമി എന്നുള്ള ഗ്രഹത്തിൽ നിന്ന് ഇത്ര ദൂരത്തിലാണ് മറ്റു ഗ്രഹങ്ങൾ നിൽക്കുന്നതെന്നും സൂര്യൻ അവിടെ ഒരു നക്ഷത്രം തന്നെയാണെന്നും ഇതുപോലെ എത്രയോ നക്ഷത്രങ്ങൾ വേറെ ഉണ്ടെന്നും, പക്ഷെ അതൊക്കെ ഒരുപാട് ദൂരങ്ങളിലാണ് അല്ലെ. ഈ ഗ്രഹങ്ങൾക്ക് അവരുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ മോഡേൺ സയൻസ് ഇപ്പോഴാണ്. അപ്പൊ ഈ മിഥിയാണ് ഈ ലോകമെന്ന് പറയുന്ന അതേ മഹർഷിമാർ തന്നെയാണ് ഇതിന്റെ രഹസ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നത്. നമ്മൾക്കത് മനസ്സിലാകാത്തത് കൊണ്ട് അത് തെറ്റാണെന്നും ഇല്ല എന്നും നമ്മൾ പറയുകയാണ്. അത് നമ്മുടെ വിവരക്കേടാണ്. മഹർഷിമാർ അപ്പോഴും അവിടെ ഇരുന്ന് മൗനമായിട്ട് മന്ദഹസിക്കും. അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മഹർഷിമാർ ഈ ലോകത്തിന് പകർന്നു കൊടുത്ത വിദ്യയുണ്ട്. ഭൗതിക വിദ്യയുണ്ട്, ആത്മീയ വിദ്യയുണ്ട്. അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. നമ്മൾ ഈ മായയിൽപ്പെട്ട് കിടന്നതുകൊണ്ട് ഈ മിന്നുന്ന ഇതിലേക്കൊക്കെ നമ്മൾ ഭ്രമിച്ച് നമ്മൾ അതിനകത്ത് പെട്ടുപോയി. ഈയാമ്പാറ്റകളെ പോലെ നമ്മൾ അതിനകത്ത് ഭ്രമിച്ച് മരിച്ചു പോവുകയാണ് അല്ലെ. അപ്പൊ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറയും. ഈ പുറത്ത് കാണുന്ന നമ്മളെ പ്രലോഭിപ്പിക്കുന്ന അതൊന്നും യഥാർത്ഥത്തിൽ പൊന്നല്ല. അപ്പൊ പൊന്ന് ഏതാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ ചിത്ത് ഉടലിലും പ്രകാശിക്കുമ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അപ്പോ ഈ സൂക്ഷ്മതലത്തിൽ എത്താൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മഹർഷിമാർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതും ആ ക്ഷേത്രത്തിനകത്ത് ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചതും അതിൽ ഈ ചൈതന്യത്തെ സൂപ്പർ ഇമ്പോസ് ചെയ്തതും ഒക്കെ. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഒരു മനുഷ്യനെ, ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഉയർന്ന തലത്തിലേക്ക് അവന് ബൗദ്ധികമായിട്ടും മാനസികമായിട്ടും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണത്. അത് രാജസികവും താമസികവും സാത്വികവുമുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ അവനിങ്ങനെ പടിപടിയായിട്ട് കയറി വരുമ്പോഴാണ് ഈ ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് അവന്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് ഇവിടെ
അവന്റെ സ്വഭാവത്തെ അവന് സാക്ഷാത്കരിക്കുവാനായിട്ട് റിയൽ നേച്ചർ, അതാണ് സ്വഭാവം എന്നുള്ളത് അങ്ങനെയാണ് വരുന്നത്, അവന്റെ യഥാർത്ഥത്തിലുള്ള. അപ്പോ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടതാണ്. മഹർഷിമാർ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഉള്ളിലേക്ക്, അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് കടന്നുപോയത്? അവരൊക്കെ ഏത് തലത്തിലാണ് ഇപ്പോഴും വിരാജിക്കുന്നത്? നമുക്ക് അതിശയം തോന്നാം. കാരണം വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത്, ഇപ്പൊ വിവേകാനന്ദ സ്വാമി ഒരിക്കല് രാമകൃഷ്ണദേവൻ മഹർഷി രാമകൃഷ്ണ ദേവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, യുക്തിയുക്തമായിട്ടുള്ള, യുക്തിവാദത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ അതിന് വളരെ സൗമ്യമായിട്ടുള്ള മറുപടിയാ പറഞ്ഞു. ഈശ്വരനുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും, അതെനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചും, മറ്റുള്ളതൊക്കെ വെറും തോന്നലുകളല്ലേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു. ഈ മിഥ്യ എന്നൊക്കെ പറയുമ്പോൾ ജഗത്ത് മിഥ്യയാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതൊക്കെ മിഥ്യയാണോ? അനുഭവിച്ച ദുരിതങ്ങൾ. അപ്പൊ അതിനൊക്കെ വളരെ സൗമ്യമായിട്ട് തന്നെയാണ് രാമകൃഷ്ണര് ഉത്തരം കൊടുക്കുന്നത്. പക്ഷേ ഇതേ ചോദ്യം തന്നെ വിവേകാനന്ദ സ്വാമിയുടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ വിവേകാനന്ദ സ്വാമി കുറച്ച് രജോ ഗുണപ്രധാനമായിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി വേറെയാണ്. അദ്ദേഹം പറഞ്ഞു, നീയൊക്കെ മഹർഷിമാർ ചിന്തിച്ച പോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിന്റെയൊക്കെ തല പുകഞ്ഞ് തെറിച്ചു പോയെന്നാണ്. കാരണം അത്രമാത്രം ആഴത്തിലുള്ള ചിന്തകളാണ്. ഇവിടെയും ഗുരു പറയുന്നത് കാണുന്നില്ലേ? പൊടിയൊരു ഭൂവിൽ അസംഖ്യം, ആ പൊടിക്കുള്ളിൽ പെടും ഒരു ഭൂവ്, ഇതിനില്ല ഭിന്നഭാവം. അപ്പൊ ഇതിന് രണ്ടിനും ഭിന്നഭാവമില്ല എന്ന് പറയണമെങ്കിൽ അത് അനുഭവത്തിന്റെ തലത്തിലായിരിക്കണം, അല്ലെ? ജഡം അമരുന്നത് പോലെ ചിത്തിലും. ജഡം എവിടെയാണ് അമരുന്നത്? ചിത്തിലാണ്. ചിത്ത് ഉടലിലും ഇങ്ങ് ഇതിനാൽ ഓർക്കിൽ ഏകം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴോ ഈ ചിത്ത് ജഡത്തിലും ജഡം ചിത്തിലും, പൂർണ്ണമതഃ പൂർണ്ണമിതം, അത് ഓർത്താൽ മതി. അപ്പൊ ഇവിടെയൊക്കെ മഹർഷി എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ തപസ്സിൽ നിന്ന് കിട്ടിയ അമൂല്യമായിട്ടുള്ള രത്നങ്ങളാണ് ഇതെല്ലാം. ഈ അറിവ് അതിങ്ങനെ പകരുകയാണ്, പരമ്പരയായിട്ട് വരികയാണ്. അപ്പൊ ഗുരു ഈ പച്ച മലയാള പദങ്ങൾ ഉപയോഗിച്ച് ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മളും ആ ഒരു ട്യൂണിങ്ങിലേക്ക് വന്നാൽ മാത്രമേ, കാരണം ഈ ജഡമായിട്ടുള്ള, ഈ മായയായിട്ടുള്ള ഈ പ്രകൃതിയിൽ മയങ്ങി നമ്മൾ പോയാലോ നമുക്കത് പറ്റില്ല. നമുക്കിതിന്റെ ആ സൂക്ഷ്മതലത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈ ശരീരം ജഡം, ഈ ജഡമായിട്ടുള്ള നശിച്ചു പോകുന്ന ഈ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് സത്യമെന്ന്, ഇത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഇതിനെ പരിപോഷിപ്പിക്കണം, ഇതിനെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിച്ച് എപ്പോഴും സുന്ദരമാക്കി വെക്കണം എന്ന് ഉള്ള ഒരു ശാഠ്യമുണ്ട്. അത് മായയാണ്. അത് ആ ജഡം നശിച്ചു പോകുന്ന ഒന്നിലോട് ഇത്രയും അറ്റാച്ച്മെന്റ് ആവശ്യമില്ല. മറിച്ച് ഈ ചിത്ത് ഉള്ളത് കൊണ്ടാണ് ഈ ജഡമായിട്ടുള്ള ശരീരം പോലും ഇത്രയും പ്രകാശിക്കുന്നത്, അത് സൗന്ദര്യമുള്ളതായിട്ട് നിൽക്കുന്നത്, നമുക്ക് പലതും കാണാൻ പറ്റുന്നത്, അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ശരീരത്തിൽ നിന്ന് ആ ചിത്ത്, ആ ചൈതന്യം വിട്ടുപോകുന്ന നിമിഷത്തിൽ പിന്നെ നമ്മൾ പറയുന്ന അത് ശവമെന്നാ പറയുന്നത്. ഒരു ബോഡി മാത്രമാണ്. അതുവരെ നമ്മൾ പേര് പറഞ്ഞിരുന്ന ആളെ നമ്മൾ പേരല്ല പിന്നെ പറയുന്നത് അത് ബോഡിയാണ്, ഡെഡ് ബോഡിയാണെന്ന് പറയും. അപ്പൊ എത്ര വലിയ ഉന്നതരായിട്ടുള്ളതിലും പിന്നെ പറയുന്നത് മൃതശരീരം എന്നാണ്. നമുക്കൊരു പേരുണ്ടായിരുന്നല്ലോ. ഈ സത്ത്, ഈ ചൈതന്യം, ഈ ചിത്ത് എത്ര സമയം നിലനിന്നിരുന്നു അല്ലെങ്കിൽ നിലനിൽക്കുമോ അതുവരെയുള്ളൂ ആ പേരും അതോട് ചുറ്റിപ്പെട്ട് നിൽക്കുന്നതല്ല. ഈ സത്ത് പോകുന്ന സെക്കൻഡിൽ തീർന്നുവല്ല. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം. ഈ ചിത്ത്, ഈ ചൈതന്യം, ഈ ജീവൻ, അല്ലെ, അത് പോകുന്നതിന് മുമ്പ് യാഥാർത്ഥ്യം ഇതാണ് എന്ന് മനസ്സിലാക്കി
അത് ഏകമാണ് എന്നുള്ള അവബോധത്തോടു കൂടി ഈ ശരീരം വിട്ടുപോകാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഗുരുപൂജ. കാരണം ഗുരുക്കന്മാർ നമ്മൾക്ക് നൽകിയ ഈ അമൂല്യമായിട്ടുള്ള ഈ സ്വത്തിനെ, അതിന്റെ അനന്തരാവകാശികളാണ് നമ്മൾ. അമൃതസ്യ പുത്രാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്ത്. വിവേകാനന്ദ സ്വാമി അതെല്ലാം ഇങ്ങനെ വാരി വിതരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പാപികളല്ല, നമ്മൾ അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളാണ്. ആ ഒരു അവബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. ഈ അറിവില്ലാത്തിടത്തോളം കാലം നമ്മൾ ജീവിക്കുകയല്ല, നമ്മൾ ഒരുമാതിരി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമ്മുടെ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം. ഇഹാമുത്ര എന്ന് പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇഹ ഇതൊരു ഇഹ അമുത്ര, ഇവിടെയും അവിടെയും ആ, എന്നാണ്. ഇഹ ഇഹ എന്ന് അമുത്ര. പറഞ്ഞാൽ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്. അമുത്ര എന്ന് പറയുന്നത് നമ്മൾ വേറെ ലോകങ്ങൾ പറയുന്നുണ്ടല്ലോ, സ്വർഗലോകം, ആ അതുപോലെയുള്ള കുറെ ലോകങ്ങളുണ്ട്. അപ്പൊ എല്ലാത്തിനും ചേർത്താണ് അമുത്ര. അപ്പോ സ്വർഗകാമോ യജേത എന്ന് നമ്മള് വേദങ്ങളിൽ പറയും. സ്വർഗം ഇച്ഛിക്കുന്നവൻ അവൻ യജ്ഞം ചെയ്യണം, യജിക്കണം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പോയി കൂടുതൽ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ചില ദേവതകളെ നമ്മൾ ഉപാസിക്കുമ്പോൾ അങ്ങനെയുള്ള സങ്കല്പത്തോടു കൂടി നമ്മൾ ഉപാസിച്ച് പോകുന്നത്. അപ്പൊ അതിനും ഒരു പരിധിയുണ്ട്. ഇപ്പൊ മനുഷ്യന് 120 വയസ്സാണ് ആയുസ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വർഗലോകത്ത്, ദേവതാ ലോകത്തും ഉണ്ട്. അപ്പൊ അവന്റെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് അവൻ സ്വർഗലോകത്താണോ, അസുരലോകത്താണോ, പിശാചുക്കളുടെ ലോകത്താണോ, ഗന്ധർവ ലോകത്താണോ, പിതൃലോകത്ത്, അവൻ എങ്ങനെയൊക്കെ പോകണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മരിക്കുന്ന ഈ ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ് ഏത് സ്മരണയോടുകൂടിയാണോ വിട്ടുപോകുന്നത് ആ ലോകത്തേക്കായിരിക്കും ആള് ആദ്യം പോകുന്നത്. പിന്നീട് ആ പിതൃലോകത്ത് ചെന്നിട്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പിന്നെ ഏത് ലോകത്തേക്കാണ് ഫുള്ളായിട്ട് പോകുന്നത്. അപ്പോൾ ആ ലോകങ്ങളുടെ ഒക്കെ ഗുണവും ദോഷവും മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് വിരക്തി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇഹാമുത്ര ഫലഭോഗ വിരാഗം. അതിനകത്തുള്ള അതിന്റെ ഫലത്തിൽ വിരാഗം ഉണ്ടാകണം. അതിന്റെ പരിമിതി മനസ്സിലാക്കിയിട്ട് ഓക്കെ, എനിക്ക് അങ്ങോട്ട് പോകണ്ട, കാരണം കുറെ വർഷങ്ങൾ അവിടെ പോയിട്ട് സൂഹിക്കാം. അവിടെ എല്ലാവിധ ഭൗതിക ഇതുപോലെ തന്നെ സുഖമാണ് അവിടെ. മനുഷ്യൻ ഏറ്റവും ഭൗതികമായിട്ട് എങ്ങനെ സൂഹിക്കുന്നോ അതുപോലെ വേറൊരു വെർഷനാണ് അവിടെ. അപ്പോ അതിനകത്തും പോകണ്ട. ഇപ്പൊ ദേവതാ ലോകത്ത് പോയാൽ പോലും നമ്മൾ കുറെ കഴിയുമ്പോൾ തിരിച്ച് ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി എന്ന് പറയും. ഈ പുണ്യം ക്ഷയിക്കുമ്പോൾ, കാരണം മനുഷ്യനായിട്ടിരിക്കുമ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് പുതിയ പുണ്യകർമ്മം ചെയ്യാൻ പറ്റില്ല. അതെല്ലാം മനുഷ്യലോകത്ത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഫുള്ളായിട്ട് ഇപ്പൊ FD-യിൽ ഇടുന്ന പൈസ പോലെയാണ്. FD-യിൽ ഇട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തുകൊണ്ടിരുന്നാലേ തീരും എന്ന് പറഞ്ഞ പോലെ ആ സ്വർഗലോകത്തോ അല്ലെങ്കിൽ എവിടെ ദേവതാ ലോകത്തോ ഒക്കെ പോയാലും ആ പുണ്യം തീരുമ്പോൾ വീണ്ടും ഇവിടെ ജനിക്കണം, മനുഷ്യനായിട്ട് ജനിക്കണം. മനുഷ്യനായിട്ട് ജനിച്ച് അപ്പൊ ഏത് സംസ്കാരമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവൻ വീണ്ടും തുടങ്ങും. വളരെ ദുഷ്ടനായിട്ടുള്ള ഒരാളാണെങ്കിൽ ചെറുപ്പം തുടങ്ങി ദുഷ്ടത്തരം കാണിച്ചുകൊണ്ടേയിരിക്കും. നല്ല സാത്വികമായിട്ടുള്ള ആളാണെങ്കിൽ സാത്വികമായിട്ടുള്ള ഇതിൽ വന്നുകൊണ്ടിരിക്കും. അതല്ല കഴിഞ്ഞ ജന്മത്തില് ഒരുപാട് ഇതുപോലെ സത്സംഗങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ കേട്ടിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും, മീൻസ് ആ ഒരു സാക്ഷാത്കാരം നേടാൻ പറ്റിയില്ല എന്നുള്ള ഒരു ദുഃഖത്തോടു കൂടി, അങ്ങനെ ഒരു ഇതോടുകൂടിയാണ് മരിച്ചു ആ ശരീരം വിട്ടുപോകേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ അതിന് പറയും ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. അപ്പൊ ശുചീനാം ശ്രീമതാം, നല്ല സംസ്കാരമുള്ള അച്ഛന്റെയും അമ്മയുടെയും മകനോ മകളോ ആയിട്ട് ഇവിടെ ജനിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജനിച്ചിട്ട് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി. അപ്പൊ അവർക്ക് അത് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് സമയം പാഴാക്കാതെ അങ്ങനെ ഒരു ഗുരുവിനെ അവർ കണ്ടെത്തും. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിലെ ഗുരു തന്നെയായിരിക്കാം, കാരണം അത്രയും ഒരു ബന്ധം ഉണ്ടാവാം റിയൽ ആയിട്ടുള്ളതാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തി അവിടെ നിന്ന് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് ഐഹാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ, ഇനി വേറെ ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്.
എല്ലാവരും നമസ്കാര സ്ഥിതിയിലിരിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.